ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് എന്ന ചാപ്റ്ററിലത്തെ ലാസ്റ്റ് ടോപ്പിക്കായ എലമെൻ്ററി ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ഓപ്പറേഷൻ ഓഫ് എ മെട്രിക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനും കൂടിയാണ്. എലമെൻ്ററി ഓപ്പറേഷൻ ഓഫ് എ മെട്രിക്സിൻ്റെ കൺസെപ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. അതായത് എലമെൻ്ററി അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ഓപ്പറേഷൻ ഓഫ് എ മെട്രിക്സ് ആണ്. ഇവിടെ ഈ ഓപ്പറേഷനിൽ 3 പ്രോപ്പർട്ടീസാണ് പറഞ്ഞിരിക്കുന്നത്. ആ 3 പ്രോപ്പർട്ടീസ് റോസിനെയും കോളംസിനെയും ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇവിടുത്തെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ദ ഇൻ്റർചേഞ്ച് ഓഫ് എനി 2 റോസ് ഓർ കോളംസ്. അതായത് റോസ് അല്ലെങ്കിൽ കോളംസിൽ ഏതെങ്കിലും 2 റോസ് അല്ലെങ്കിൽ 2 കോളംസ് എടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് കിട്ടിയാൽ മാത്രമേ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം റോസിനെ ബേസ് ചെയ്തിട്ട് നോക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ ഇവിടെ എടുക്കാം. എക്സാമ്പിളിൽ ഇവിടെ പറയുന്നത് മെട്രിക്സിൽ 1 2 അതുപോലെ 3 4 ഇവിടെ ഒരു മെട്രിക്സ് 2x2 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് എടുക്കുകയാണ്. ഈ 2x2 ഓർഡർ ഉള്ള മെട്രിക്സിൽ അറിയാലോ, ഫസ്റ്റ് റോ ഏതാണ്? 1 2 ആണ് ഇവിടെ R1 ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ R2 ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് 3 4 ആണ് R2. അപ്പോൾ ഇവിടെ 2 റോസ് ഉണ്ട്, R1 ആൻഡ് R2 ആണ്. ഇനി ഈ 2 റോസ് എങ്ങനെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അതായത് R1നെ R2ലോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം, R2നെ R1ലോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. R1നെ R2ലോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ R2നെ R1ലോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? നമുക്ക് R1 ഇൻ്റർചേഞ്ചസ് ടു R2 ആണ്. അപ്പോൾ R1നെ R2ലോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് R1ൽ 2 എലമെൻറ്റ്സ് ആണ്, 1ഉം 2ഉം. അത് എവിടെ എഴുതാനായിട്ട് സാധിക്കും? അത് സെക്കൻഡ് റോയിലാണ് എഴുതേണ്ടത്. സെക്കൻഡ് റോയിൽ 1 2 എന്ന് എഴുതാം, ഫസ്റ്റ് റോയിൽ 3 4 എന്ന് എഴുതി. 1 2 എന്നുള്ളത് സെക്കൻഡ് റോയിൽ എഴുതി, 3 4 എന്നുള്ളത് ഫസ്റ്റ് റോയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായത് R1 ഇൻ്റർചേഞ്ചസ് ടു R2 ആണ്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3x3 ഓർഡറുള്ള ഒരു മെട്രിക്സ് എടുക്കാം. 1 2 3 4 5 6 7 8 9. ഈ ഒരു മെട്രിക്സ് 3x3 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് എടുക്കുകയാണ്. ഇവിടുത്തെ ഫസ്റ്റ് റോ എന്തായിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം? ഇവിടുത്തെ ഫസ്റ്റ് റോ എന്നുള്ളത് R1 ആയിട്ട് ഡിനോട്ട് ചെയ്യാം, സെക്കൻഡ് റോ എന്നുള്ളത് R2 ആയിട്ട് ഡിനോട്ട് ചെയ്യാം, തേർഡ് റോ എന്നുള്ളത് R3 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇനി ഇവിടെയും ഏതെങ്കിലും 2 റോസ് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഏതെങ്കിലും 2 റോസും ഇൻ്റർചേഞ്ച് ചെയ്യാം. R1 R2 എടുത്ത് ഇൻ്റർചേഞ്ച് ചെയ്യാം, R2 R3 എടുക്കാം, അല്ലെങ്കിൽ R3 R1 എടുത്തിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് R1 ഇൻ്റർചേഞ്ചസ് ടു R2 എടുക്കാം. R1 ഇൻ്റർചേഞ്ചസ് ടു R2. അപ്പോൾ ജസ്റ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 5 6 എന്നുള്ളത് ഫസ്റ്റ് റോയിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുപോലെ 1 2 3 എന്നുള്ളത് സെക്കൻഡ് റോയിൽ എഴുതാണ്. അപ്പോൾ R1 R2 ഇൻ്റർചേഞ്ച് ചെയ്ത് ചെയ്യുന്നു. ഇനി R3 7 8 9 എന്നുള്ളത് തേർഡ് റോയിൽ അങ്ങനെ തന്നെ എഴുതാണ്. അപ്പോൾ ഇവിടെ R1 ഇൻ്റർചേഞ്ചസ് ടു R2ൻ്റെ ഒരു എക്സാമ്പിളായി. ഇനി ഈ 2 എക്സാമ്പിളിലൂടെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ഇതിനെ ജനറലായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും RI ഇൻ്റർചേഞ്ചസ് ടു RJ ആണ്. RI ഇൻ്റർചേഞ്ചസ് ടു RJ. അതായത് I എന്നുള്ളത് ഇവിടെ ഏതെടുക്കാം? 1 എടുക്കാം, J എന്നുള്ളത് ഇവിടെ 2 ആയിട്ട് എടുത്തു. ഇനി ഇതേപോലെ തന്നെ കോളംസിനെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. ഇതേപോലെ എക്സാമ്പിൾ 1 2 3 4 എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ റോസിന് പകരം ഇവിടെ എന്തെടുത്തു? കോളംസ് ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കോളം C1, സെക്കൻഡ് കോളം C2. 1 3 ആണ് C1, 2 4 ആണ് C2. ഇവിടെ ഓർഡർ 2x2 ഓർഡർ തന്നെ എടുക്കുകയാണ്. ഇനി ഫസ്റ്റ് കോളത്തിനെ സെക്കൻഡ് കോളത്തിലോട്ടും സെക്കൻഡ് കോളത്തിനെ ഫസ്റ്റ് കോളത്തിലേക്കും ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് C1 ഇൻ്റർചേഞ്ചസ് ടു C2 ആണ്. C1 ഇൻ്റർചേഞ്ചസ് ടു C2 എങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും? സെക്കൻഡ് കോളം ഫസ്റ്റ് കോളത്തിൽ എഴുതി, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളത്തിൽ എഴുതി.
അതായത് 2 4ഉം 1 3 ആയിട്ട് ഈ മെട്രിക്സ് ചേഞ്ച് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ 3 ഓർഡറിലുള്ളൊരു മെട്രിക്സ് എടുക്കാം. എക്സാമ്പിൾ നമുക്ക് ഏത് നോക്കാം? സെയിം എക്സാമ്പിൾ തന്നെ നോക്കാം. 1 2 3 4 5 6 7 8 9 എടുക്കുകയാണ്. അപ്പം ഇവിടെ കോളം വൈസിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെയും ഓർഡർ എന്താണ്? 3/3 ഓർഡറാണ്. C1 C2 C3 ആണ് 3 കോളംസ് എടുത്തിരിക്കുന്നത്. ഇനി ഏതെങ്കിലും 2 കോളംസ് ഇനി നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കാം. ഏതെങ്കിലും 2 കോളംസ് എടുത്ത് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഇവിടെ എടുക്കാൻ പോകുന്നത് ഏതാണ്? C2 ഇൻ്റർചേഞ്ചസ് ടു C3 എന്ന് ഒരു എക്സാമ്പിൾ എടുത്തു. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാം. എങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യാം? അപ്പോൾ ഫസ്റ്റ് കോളം അവിടെ തന്നെ നിൽക്കുകയാണ് 1 4 7. സെക്കൻഡ് കോളം എന്തായിട്ട് ചേഞ്ച് ചെയ്തു? തേർഡ് കോളത്തിലേക്ക് പോയി. തേർഡ് കോളം സെക്കൻഡ് കോളത്തിലായിരിക്കും. അപ്പോൾ 3 6 9 ആയിരിക്കും സെക്കൻഡ് കോളത്തിലും, 2 5 8 ആണ് തേർഡ് കോളത്തിലും എഴുതാനായിട്ട് സാധിക്കാം. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്തു. C2 C3 അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് എഴുതാനായിട്ട് സാധിച്ചു. അപ്പോൾ ജനറൽ ആയിട്ട് ഇവിടെ എന്ത് പറയാം? CI ഇൻ്റർചേഞ്ചസ് ടു CJ. അതായത് ഇവിടെ 2 ആണ് I, 3 ആണ് J ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് എനി റോ ഓർ കോളം ബൈ എ നോൺ സീറോ നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊരു റോ അല്ലെങ്കിൽ കോളത്തിൻ്റെ ഓരോ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരു നോൺ സീറോ നമ്പറായിട്ട് ആയിരിക്കണം. അതായത് സീറോ ഉണ്ടാവാൻ പാടില്ല. നോൺ സീറോ നമ്പറായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ആ ഒരു റോനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 1 2 3 4 അതായത് 2/2 ഓർഡർ ഉള്ളൊരു മെട്രിക്സ് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു. ഇവിടെ റോസിനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. റോസിനെ ബേസ് ചെയ്ത് എടുക്കുമ്പോൾ 1 2 എന്നുള്ളത് R1ഉം ദെൻ 3 4 എന്നുള്ളത് R2 ആയിട്ട് എടുത്തു. ഇനി ഫസ്റ്റ് റോ ഇവിടെ ശ്രദ്ധിക്കാം. ഫസ്റ്റ് റോയിൽ 1 2 ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് റോനെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? R1 ചേഞ്ചസ് ടു 2R1 എടുക്കുകയാണ്. അതായത് R1നെ ഒരു നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ R1 ചേഞ്ചസ് ടു ഒരു എക്സാമ്പിൾ 2 എടുക്കുകയാണ്. R1 ചേഞ്ചസ് ടു 2R1 എടുക്കുകയാണ്. അപ്പോൾ R1ഉള്ള 2 എലമെൻറ്റ്സ് ആണ് 1ഉം 2ഉം. അപ്പോൾ 1നെ 1 × 2 എന്ത് വന്നു? 2 ആയിരിക്കും. ദെൻ 2 × 2 എന്ത് വരണം? 4 ആണ്. അതാണ് R1. R1 ചേഞ്ചസ് ടു 2R1 ആണ്. അപ്പോൾ 2ഉം 4ഉം കിട്ടി. സെക്കൻഡ് റോ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 3 4 അങ്ങനെ തന്നെ എഴുതാണ്. അപ്പോൾ R1 ചേഞ്ചസ് ടു 2 4 ആയി. സെക്കൻഡ് റോ 3 4 അങ്ങനെ തന്നെ നിർത്താണ്. ഇതാണ് 2/2 ഓർഡറുള്ള മെട്രിക്സിൽ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 3/3 ഓർഡറുള്ള മെട്രിക്സ് 1 2 3 4 5 6 7 8 9 എന്നൊരു മെട്രിക്സ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 3/3 ഓർഡറാണ് ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ. ഇതെടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം? R3 ചേഞ്ചസ് ടു ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. 3 × R3 എന്ന് എഴുതാണ്. അപ്പോൾ തേർഡ് റോനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് റോ സെക്കൻഡ് റോ സെയിം അതേപോലെ തന്നെ നമുക്ക് എഴുതാം. 1 2 3 ദെൻ 4 5 6. തേർഡ് റോയിലാണ് ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ 3 കൊണ്ടാണ് ഓരോ എലമെൻസിനെയും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 × 7 എന്ത് വന്നു? 21. 3 × 8 24 എന്ന് വന്നു. ദെൻ 3 × 9 എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 27 ആണ്. അപ്പോൾ തേർഡ് റോ മാത്രമേ ഇവിടെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ R3 ചേഞ്ചസ് ടു 3R3 ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെല്ലാം ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? RI ചേഞ്ചസ് ടു K × RI ആണ്. അപ്പോൾ K എന്ന് പറയുന്നത് എന്താണ്? RI ചേഞ്ചസ് ടു K × RI. K എന്ന് പറയുന്നത് ഒരു സ്കെയിലർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് ഇൻറ്റു RI എടുക്കുകയാണ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് K എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? എക്സാമ്പിൾ നോക്കുമ്പോൾ K = 3 ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ K ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആയിരിക്കാൻ പാടില്ല. K ഒരു നോൺ സീറോ നമ്പർ ആയിരിക്കണം. സീറോ അല്ലാത്ത ഏതൊരു നമ്പേഴ്സ്, അത് പോസിറ്റീവ് നമ്പേഴ്സ് ആവാം, നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ തന്നെ കോളമിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. സെയിം എക്സാമ്പിൾ എടുക്കാം. 1 2 3 4. ഇനി ഇവിടെ ഓർഡർ എന്താണ്? 2/2 ഓർഡറാണ്. ഇവിടെ C1 എടുക്കാം. ദെൻ C2 എടുക്കാം. ഇപ്പോൾ C1 വന്നിരിക്കുന്ന എലമെൻറ്റ്സ് ഏതാണ്? 1 3. C2 ആണെങ്കിൽ 2 4 ആണ്. ഇനിയിപ്പോൾ C1 ചേഞ്ച് ചെയ്യാൻ പോവാണ്. C1 ചേഞ്ച് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ 3 × C1 എടുക്കുകയാണ്.
അപ്പോൾ C1 ഏതാണ് ഇവിടെ? 1ഉം 3 ആണ്. ഈ 1ഉം 3 എന്ന രണ്ട് എലമെൻസിനെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 1 ഇൻറ്റു 3 എന്താണ്? 3 എന്ന് കിട്ടും. അതുപോലെ 3 ഇൻറ്റു 3 9 എന്ന് കിട്ടി. ദെൻ സെക്കൻഡ് കോളം ചേഞ്ചസ് ഒന്നുമില്ല, 2 4 അങ്ങനെ തന്നെ എഴുതാം. ഇനി ഇതേപോലെ തന്നെ 1 2 3 4 5 6 7 8 9 ഇങ്ങനെ ഒരു മെട്രിക്സ് എടുക്കുകയാണ്. ഇത് 3x3 ഓർഡർ ഉള്ളൊരു മെട്രിക്സ് എടുത്തു. ഇവിടെ നമുക്കറിയാം എത്ര കോളംസ് ഉണ്ട്? C1 C2 C3 3 കോളംസ് ഇവിടെ സോർട്ട് ചെയ്തു. ഇനി അതിന് ശേഷം ജസ്റ്റ് ഏതെങ്കിലും ഒരു കോളത്തിന് നമ്മളൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് C2 ചേഞ്ചസ് ടു 2C2 എടുക്കുകയാണ്. അപ്പോൾ ഈ C2വിനെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റും തേർഡ് കോളംസും സെയിം അതേപോലെ തന്നെ എഴുതാം. 1 4 7ഉം ലാസ്റ്റ് കോളം 3 6 9 ആണ്. ഇനി സെക്കൻഡ് കോളം മാത്രമേ ചേഞ്ച് ചെയ്യണുള്ളൂ. അപ്പോൾ 2 ഇൻറ്റു എന്തെടുക്കാം? 2 ഇൻറ്റു 2 എടുക്കാം. 2 ഇൻറ്റു 2 ആണ് ഫസ്റ്റ് നമ്പർ എടുക്കുക. ദെൻ 5 ഇൻറ്റു 2 എടുക്കുമ്പോൾ 10 കിട്ടും. ദെൻ 8 ഇൻറ്റു 2 എടുക്കുമ്പോൾ 16 കിട്ടി. അപ്പോൾ സെക്കൻഡ് കോളം മാത്രം ഇവിടെ ചേഞ്ച് ചെയ്തു. ബാക്കി രണ്ട് കോളംസും സെയിം ആയിട്ട് അങ്ങനെ തന്നെ എഴുതാനായിട്ട് സാധിച്ചു. ഇനിയിപ്പം ഇതിൽ നിന്ന് ഒരു ജനറൽ ഫോമിലേക്ക് എത്തുമ്പോൾ CI ചേഞ്ചസ് ടു K ഇൻറ്റു CI എന്ന് പറയാം. ഇവിടെ K ആണ് എന്ത് വന്നിരിക്കുന്നത്? 2 ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ഇവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ K ഒരിക്കലും എന്താവാൻ പാടില്ല. K നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. 0 ആവാൻ പാടില്ല. K 0 ആയി കഴിഞ്ഞാൽ ആ എലമെൻറ്റ്സ് കംപ്ലീറ്റ് 0 ആയി പോകും. ഇനി ഇവിടെ ഇപ്പോൾ തേർഡിൽ പറഞ്ഞിരിക്കുന്നത് ദ അഡീഷൻ ടു ദ എലമെൻറ്റ്സ് ഓഫ് എനി റോ ഓർ കോളം ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് എനി അതർ റോ ഓർ കോളം മൾട്ടിപ്ലൈഡ് ബൈ എനി നോട്ട് സീറോ നമ്പറാണ്. അപ്പോൾ ഇതിനിവിടെ റോവും കോളംസ് ആയിട്ട് ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോസിനെ ബേസ് ചെയ്തിട്ട് നോക്കാം, കോളംസിനെ ബേസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താനായിട്ട് സാധിക്കും? RI ചേഞ്ചസ് ടു RI പ്ലസ് K ഇൻറ്റു RJ ആയിരിക്കണം. RI എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് റോ എടുക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് റോവിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് പ്ലസ് K ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു സെക്കൻഡ് റോ നമുക്ക് ആഡ് ചെയ്യാം. അതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പറയുന്ന കൺസെപ്റ്റ്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ഇതേപോലെ 1 2 3 4 എടുക്കുകയാണ്. 1 2 3 4. അപ്പോൾ ഇത് 2x2 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് RI ചേഞ്ചസ് ടു RI പ്ലസ് K ഇൻറ്റു RJ ആണ് അവിടെ കണ്ടീഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ R1 R2 എന്താണെന്നൊക്കെ അറിയാലോ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാണ്. ഇനിയിപ്പോൾ R1 ആണ് ഇപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോകുന്നത്. R1 ഇൻ്റർചേഞ്ചസ് ടു R1 പ്ലസ് K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഒരു എക്സാമ്പിൾ വഴി ഒരു കോൺസ്റ്റൻറ്റ് നമുക്ക് എടുക്കാം. അതായത് Kനെ നമുക്ക് 2 ആയിട്ട് എടുത്തു. 2 ഇൻറ്റു നെക്സ്റ്റ് R2 ആണ് എടുക്കേണ്ടത്. R1 ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ R1 പ്ലസ് 2 ഇൻറ്റു R2 എടുത്തു. ഇനി R1നെ നോക്കാം. R1ൽ 2 എലമെൻറ്റ്സ് ആണെന്നുള്ളത് 1ഉം 2 ആണ്. ഇനി ഫസ്റ്റ് എലമെൻറ്റ് എടുക്കാം. ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ എന്താണ്? 1 ആണ്. ഇനി 1 ചേഞ്ചസ് 2. ഇനി R1ൻ്റെ പ്ലേസിൽ എന്തെന്നെ എഴുതാം? 1 പ്ലസ് 2 ഇൻറ്റു ഇനി R2ൽ ഏതാണ് എഴുതേണ്ടത്? 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R2ലുള്ള എലമെൻറ്റ് ഏതാണ്? 3 ആണ്. ദാറ്റ് എലമെൻ്റ് ആണ് അവിടെ എഴുതേണ്ടത്. 2 ഇൻറ്റു 3. അപ്പോൾ 1 ചേഞ്ചസ് ടു എന്തായി? 1 പ്ലസ് 6 വരും. 1 പ്ലസ് 6 7 ആണ്. അപ്പോൾ ഇവിടെ 1 എന്ന നമ്പർ ചേഞ്ച് ചെയ്തിട്ട് അവിടെ എന്ത് വന്നു? 7 ആയിരിക്കും. ഇനി R1ൽ നെക്സ്റ്റ് എലമെൻ്റ് ഏതാണ്? 2 ആണ്. ഇനി ഈ 2 എന്ന എലമെൻറ്റ് ചേഞ്ച് ചെയ്തിട്ട് എന്താ വരാൻ നോക്കാം. അപ്പോൾ 2 ചേഞ്ചസ് ടു എന്ത് വന്നു? R1 പ്ലസ് 2 ഇൻറ്റു R2 ആണ്. അപ്പോൾ ഈ R1ൻ്റെ പ്ലേസിൽ വീണ്ടും എന്തെന്നെ നമുക്ക് എഴുതാം? 2 ആണ് എഴുതേണ്ടത്. R1ൻ്റെ പ്ലേസിൽ എഗെയിൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 പ്ലസ് 2 ഇൻറ്റു ഇനി R2 ഏതാണ് എടുക്കേണ്ടത്? ഈ 2വിന് കറസ്പോണ്ടിങ് ആയിട്ട് R2ൽ വന്ന എലമെൻറ്റ് ഏതാ? 4 ആണ്. 2 ഇൻറ്റു 4. അതായത് 2 ചേഞ്ചസ് ടു 2 പ്ലസ് എന്ത് വന്നു? 8 ആയിരിക്കും. 2 പ്ലസ് 8 ദാറ്റ് ഈക്വൽ ടു 10 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ R1 എല്ലാം ചേഞ്ച് ചെയ്തു. 1 2 എന്ന എലമെൻറ്റ്സ് ചേഞ്ച് ചെയ്തു. 1ൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? 1ൻ്റെ പ്ലേസിൽ ഇവിടെ വന്നിരിക്കുന്നത് 7 ആണ്. അപ്പോൾ 7 എന്ന് നമുക്ക് എഴുതാം. അതേപോലെ 2 എന്ന എലമെൻറ്റിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 2 എന്ന എലമെൻറ്റിൻ്റെ പ്ലേസിൽ ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10 എന്ന് എഴുതാം. ഇനി സെക്കൻഡ് റോന് യാതൊരു ചേഞ്ചസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് 3 4 ആണ് അവിടെ എഴുതേണ്ടത്. 3 4 ആണ്.
ഇപ്പോൾ 3 4 എന്ന് എഴുതി. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് വന്ന ചേഞ്ചസ്, R1 വന്ന ചേഞ്ചസ്. ഇനി ഇതേപോലെ തന്നെ കോളം വൈസ് നമുക്ക് നോക്കാം. അപ്പോൾ കോളം വൈസ് ആണെങ്കിൽ കണ്ടീഷൻ എങ്ങനെ വരണം? സി ഐ ചേഞ്ചസ് ടു സി ഐ പ്ലസ് കെ ഇൻറ്റു സി ജെ ആയിരിക്കും. കെ ഇൻറ്റു സി ജെ ആണ്. അപ്പോൾ ഇതേപോലെ 1 2 3 4 എടുക്കുകയാണ്. 1 2 3 4 2x2 ഓർഡറുള്ളൊരു മെട്രിക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1 3ന് ഫസ്റ്റ് കോളം, 2 4നെ സെക്കൻഡ് കോളായിട്ട് ഡിനോട്ട് ചെയ്തു. ഇനി ഇവിടെയും ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു എക്സാമ്പിളിൽ കണ്ടീഷൻ ഇപ്പോൾ C1 ചേഞ്ചസ് ടു C1 പ്ലസ് ഇവിടെ കെയുടെ പ്ലേസിൽ നമുക്ക് ഏതൊരു എലമെൻറ്റ് എടുക്കാം. 0 അല്ലാത്ത എലമെൻറ്റ് എടുക്കുമ്പോൾ 3 ഇൻറ്റു എന്ത് വരണം? 3 ഇൻറ്റു C2 എടുക്കുകയാണ്. 3 ഇൻറ്റു C2 എടുത്തു. ഇനി ഫസ്റ്റ് കോളത്തിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് കോളത്തിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. 1ഉം 3 ആണ് ഫസ്റ്റ് കോളത്തിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1 എടുക്കാം. ഇനി 1 ആണ് ചേഞ്ച് ചെയ്യാൻ പോണത്. 1നെ ചേഞ്ച് ചെയ്തിട്ട് C1ൻ്റെ പ്ലേസിൽ 1 എഴുതാം പ്ലസ് 3 ഇൻറ്റു C2ൻ്റെ പ്ലേസിൽ എന്ന് എഴുതാം. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് C2ൽ വന്ന എലമെൻറ്റ് ഏതാണ്? 2 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ 1 ചേഞ്ചസ് ടു 1 പ്ലസ് 6 ആണ്. 1 പ്ലസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്ന് വരും. അപ്പോൾ 1 ചേഞ്ച് ചെയ്തിട്ട് 7 ആയി. ഇനി കോളം 1ൽ 3 ആണ് നെക്സ്റ്റ് എലമെൻറ്റ്. ഇനി 3യും ഇതേപോലെ ചേഞ്ച് ചെയ്തിട്ട് C1ൻ്റെ പ്ലേസിൽ 3 എന്ന് എഴുതി പ്ലസ് 3 ഇൻറ്റു C2ൻ്റെ പ്ലേസിലോ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് C2ൽ നിൽക്കുന്നത് ഏതാണ്? 4 ആണ്. അപ്പോൾ 3 ഇൻറ്റു 4 എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് 3 ചേഞ്ചസ് ടു 3 പ്ലസ് 12 ആയി. 3 പ്ലസ് 12 എത്രയാണ്? 15 ആണ്. അപ്പോൾ ഈ 2 എലമെൻറ്റ്സ് ചേഞ്ച് ചെയ്തു. ഏത് എലമെൻറ്റ്സ് ആണ്? ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റ്സ് ചേഞ്ച് ചെയ്തു. 1 3. അപ്പോൾ 1ൻ്റെ പ്ലേസിൽ 7ഉം എഴുതാം. 3 എന്ന എലമെൻറ്റിൻ്റെ പ്ലേസിൽ 15ഉം എഴുതാം. അപ്പോൾ 7 ദെൻ 15 വന്നു. സെക്കൻഡ് കോളത്തിൽ ചേഞ്ചസ് ഒന്നുമില്ല. 3 2 4 ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ്. അപ്പോൾ RI ചേഞ്ചസ് ടു RI പ്ലസ് കെ ആർ ജെയും CI ചേഞ്ചസ് ടു CI പ്ലസ് കെ ജെ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് K നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. 2 കേസസിലും K നോട്ട് ഈക്വൽ ടു 0 ആണ്. K ഒരിക്കലും 0 ആവാൻ പാടില്ല. അപ്പോൾ ഈ കണ്ടീഷൻസാണ്, ഈ 3 പ്രോപ്പർട്ടീസാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.